കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലികാദേവിയുടെ അരികില് തന്റെ സങ്കടങ്ങളൊക്കെ പറയുമായിരുന്നു കുറുപ്പേട്ടൻ. അങ്ങനെ കുറുപ്പേട്ടൻ പറഞ്ഞു, അതെ, എന്റെ മോനെ കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞല്ലോ. 12 വർഷമായിട്ട് അവൻ എനിക്ക് സ്വസ്ഥത തരുന്നില്ല. ഒരു പക്ഷേങ്കില് അവന്റെ ഒരു ദുർമരണമാണോ അല്ലെങ്കിൽ അവന് എന്തെങ്കിലും അപകടം പറ്റിയതാണോ ഒന്നും അറിയത്തില്ല. അതെന്താന്ന് എനിക്ക് അറിയണം ബാലികാദേവി. നീ ആയിട്ട് എനിക്കൊരു മാർഗം ഉണ്ടാക്കി തരണം. എങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥതയോടെ ഒന്ന് ഉറങ്ങാൻ കഴിയുള്ളൂ. എന്റെ മകന് മോക്ഷം കിട്ടണമെങ്കിൽ, ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഇനി ബാലികാദേവിയുടെ അനുഗ്രഹം കൂടിയേ തീരുള്ളൂ. അവൻ പറയാൻ വരുന്ന എന്താന്നുള്ള കാര്യം എനിക്കറിയണം. അവൻ എന്നോട് വന്ന ആ കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ എനിക്ക് ഒരു സഹായം ചെയ്തതാണ് ദേവി, എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ദേവിയുടെ മുന്നിൽ കൈകൂപ്പി അപേക്ഷിക്കുകയാണ് കുറുപ്പേട്ടൻ. ഈ സമയം ദേവി അതിനൊന്നും മറുപടി ഒന്നും പറഞ്ഞില്ല. പിന്നീട് കുറുപ്പേട്ടൻ അങ്ങോട്ട് പോവാണ്. അതിനുശേഷം ഉണ്ണിമോള് നേരെ വരുന്ന ഗിരിദേവന്റെ വാവരുടെ ലെമ്പുവിന്റെ അരിയിലേക്കാണ്. അവളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഉണ്ണിമോള് പറഞ്ഞു, എനിക്ക് വേണ്ട, ഈ ബാലികാദേവിയായിട്ടുള്ള വേഷം എനിക്ക് വേണ്ടാന്ന് പറയാം. ഇത് കേട്ടതും ഗിരിദേവൻ ചോദിച്ചു, അതെന്താ ഉണ്ണിമോള് അങ്ങനെ പറഞ്ഞു? എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. എനിക്ക് ആ പാടെ സങ്കടം വരുവാന്ന് പറയാം. ഉണ്ണിമോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? അതെ, ഇന്ന് തന്നെ ആ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു കേട്ടില്ലേ, എന്തൊക്കെയോ അവരുടെ മോനെ കണ്ടെത്തി കൊടുക്കണം, അവരുടെ മോന് ആത്മാവിന് ശാന്തി കിട്ടണം, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. ഞാനിത് എവിടെ നിന്ന് എന്ത് ചെയ്യാനാ? എനിക്കറിയത്തില്ല. എന്റെ മനസ്സിലൊന്നും തോന്നിയില്ല, ഞാൻ ഒന്നും പറഞ്ഞുമില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എങ്ങനെയാ ശാന്തി കിട്ടുന്നേ? എനിക്കറിയത്തില്ല ഗിരിദേവാന്ന് പറയണം. ഇത് കേട്ടതും ബാബര് പറഞ്ഞു, ഉണ്ണിമോൾ എന്തിനാ വിഷമിക്കണേ? ഇതിനു മുമ്പ് ആ കളഞ്ഞുപോയ മാല, ആ ചേച്ചിയുടെ മാല തിരിച്ചെടുത്ത് കൊടുത്തില്ലേ? പിന്നെ ചേച്ചിയുടെ വിഷമങ്ങളൊക്കെ മാറ്റിയില്ലേ? എല്ലാം ഉണ്ണിമോളല്ലേന്ന് ചോദിക്കുക. ഇത് കേട്ടത് ഉണ്ണിമോള് പറഞ്ഞു, അങ്ങനെയൊന്നുമല്ല. കാരണം അണിച്ചേച്ചിയുടെ ജീവൻ രക്ഷപ്പെട്ടത് ശ്രീരാജയുടെ രക്ഷപ്പെട്ടുകൊണ്ടല്ലേ. അതിനിപ്പോ ഞാൻ കാരണക്കാരിയൊന്നും അല്ലെന്ന് പറയണ. ഗിരിദേവൻ പറഞ്ഞല്ല, ബാലികാദേവിയുടെ അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രം അണിച്ചേച്ചിയുടെ ജീവൻ രക്ഷപ്പെട്ടെന്ന് പറയാം. പക്ഷെ ഉണ്ണിമോൾക്ക് അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഉണ്ണിമോൾ പറഞ്ഞു, വേണ്ട, എനിക്ക് പറ്റില്ല ഗിരിദേവ, എനിക്ക് നല്ല ടെൻഷൻ ആവുന്നുണ്ട്. വന്ന അപ്പൂപ്പനോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. അപ്പൂപ്പന്റെ മനസ്സ് വല്ലാതെ വേദനിച്ചാ വന്നിരിക്കുന്നത്. പാവ അപ്പൂപ്പൻ, ഞാൻ എന്താ മറുപടി കൊടുക്കണ്ടേ? ഒന്നും എന്റെ മനസ്സിൽ പോലും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് എനിക്ക് ഈ വേഷം ചേരില്ല എന്ന് പറഞ്ഞ്. എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്. ഈ സമയം ലെമ്പു പറഞ്ഞു, ഉണ്ണിമോള് വിഷമിക്കാതിരിക്കെ, ധൈര്യമായിട്ടിരിക്കെ, ഒന്നും സംഭവിക്കില്ല. ഉണ്ണിമോളുടെ മനസ്സിൽ ഇനിയും ബാലികാദേവി എല്ലാ കാര്യങ്ങളും കാണിച്ചു തരും. അതുകൊണ്ട് ഒന്നിനെ കുറിച്ച് ഒരു ചിന്തയും വേണ്ടെന്ന് പറയാം. പിന്നീട് കാണിക്കുന്ന ലെമ്പുവും ഗിരിദേവനും വാവയും കൂടെ അന്നപൂർണേശ്വരി ദേവിയുടെ അരിയിലേക്ക് എത്തുവാണ്. പിന്നീട് അന്നപൂർണേശ്വരി ദേവിയുടെ ലെമ്പു പറഞ്ഞു, അല്ലമ്മേ, ഇതുവരെ ഉണ്ണിമോളുടെ അടുത്ത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം ഉണ്ണിമോളുടെ അടുത്ത് ഒന്ന് സഹായം അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു കുറുപ്പേട്ടൻ. പക്ഷെ കുറുപ്പേട്ടനോട് പറയേണ്ട മറുപടി എന്താണെന്നൊന്നും ഇതുവരെയായിട്ട് ഉണ്ണിമോൾക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലെന്ന് പറയാ. ഗിരിദേവൻ പറഞ്ഞു, ശരിയാ. ഇതിനു മുമ്പ് അണിച്ചേച്ചിയുടെ പ്രശ്നം വന്നപ്പോഴും ആ മാല കാണാതെ പോയ ആ സ്ത്രീയുടെ കാര്യം വന്നപ്പോഴെല്ലാം ഉണ്ണിമോളുടെ നാവിന്തുമ്പത്തെ ഓരോ കാര്യങ്ങള് അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കില് ഇപ്പോഴും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കുറുപ്പേട്ടൻ തന്നെ സങ്കടം വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്നും ഉണ്ണിമോളുടെ മനസ്സിൽ തോന്നിപ്പിച്ചില്ല. അതിന് കാരണം എന്താ അമ്മയെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും അന്നപൂർണേശ്വരി പറഞ്ഞു, ഇതിനു മുമ്പ് ഉണ്ണിമോളുടെ മനസ്സിൽ ഉൾക്കാഴ്ചയില് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കാര്യം ഞാൻ നേർക്കാഴ്ചയിലാണ് കാണിച്ചു കൊടുക്കാൻ പോണെന്ന് പറയാം. ഈ സമയം കിരുതച്ചു, നേർക്കാഴ്ചയില്? അതെ, കുറുപ്പേട്ടനുള്ള ഉത്തരം ഉണ്ണിമോള് നേർക്കാഴ്ചയെ കാണും, അധികം വൈകാതെ തന്നെ എന്ന് പറയാണ്. ഇത് കേട്ട ഗിരിദേവനും വാവർക്കും ലെമ്പുവിനും എല്ലാവർക്കും സന്തോഷമായി. പിന്നീട് കാണിക്കുന്ന ഉറക്കത്തിന് സാവിത്രി ഞെട്ടി എഴുന്നേക്കുവാണ്. നോക്കിക്കഴിഞ്ഞപ്പോ കുറുപ്പേട്ടനെ കാണുന്നില്ല. ഏട്ടൻ ഇത് എവിടെ പോയി എന്നോർത്ത് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോ കുറുപ്പേട്ടൻ അങ്ങോട്ട് വരുന്നു കണ്ടു. എന്നിട്ട് ഈ ചന്ദനക്കുറി ഇരിക്കണ്ട്. ഇതെവിടെ പോയതാ? ഞാൻ എഴുന്നേറ്റ് പോയി കണ്ടില്ലോ. ഇന്ന് രാത്രി ഉറക്കമൊന്നുമില്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് കുറിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അത് പിന്നെ ഞാൻ ബാലികാദേവിനെ കാണാൻ പോയെന്ന് പറയാം. ബാലികാദേവിനെയാ? അതെ, എന്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ബാലികാദേവിയോട് പറയാൻ പോയതാ. ഒരു പക്ഷെ 10-12 വർഷമായില്ലേ ഞാൻ ഈ വേദന ഉള്ളിലേക്ക് നടക്കുന്നേ. എനിക്ക് എന്റെ മനസ്സിനൊരു ശാന്തി കിട്ടണം, അതിനു വേണ്ടിട്ടാ പോയത്. ഞാൻ ബാലികാദേവിയോട് എന്റെ സങ്കടങ്ങളൊക്കെ ഉണർത്തിച്ചു. പക്ഷേങ്കില് ദേവി എനിക്ക് ഒരു ഉത്തരവും തന്നില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ടെന്ന് പറയാം. എനിക്ക് ദേവി വിശ്വാസമുണ്ട്. ബാലികാദേവി വിചാരിക്കുവാണെങ്കിൽ എന്റെ മനസ്സിന്റെ വേവലാതികളും പ്രശ്നങ്ങളും എല്ലാം തീരും. എന്റെ മകന് ആത്മശാന്തി കിട്ടുമെന്ന് പറയാം. ഇത് കേട്ടപ്പോ സാവിത്രി ചോദിച്ചു, അല്ല, നിനക്ക് വിശ്വാസം ഉണ്ടോ കുറുപ്പേട്ടാന്ന് ചോദിക്കാം. എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെങ്കിൽ ദേവി ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതോർത്തിട്ട് ടെൻഷനാ. നിനക്കറിയാലോ, അവൻ എന്നോട് എന്തോ പറയാനുണ്ട് എന്റെ മകൻ വിഷ്ണുവിന്. പക്ഷെ അവൻ എന്താന്ന് വന്ന് പറയുന്നില്ല. ഒരു പക്ഷെങ്കില് അവന്റെ മനസ്സിൽ ഈ വിഷമം കാണണോ അവന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്തെന്നും അറിയത്തില്ല.
അങ്ങനെയുണ്ടെങ്കിൽ അവന്റെ വിഷമം മാറിക്കഴിയുവാണെങ്കിൽ അവൻ നിന്നോട് പറയുമായിരിക്കും എന്ന് പറയാം. അല്ല, എന്ത് വിഷമം അവന് പറയാനുള്ളേ? എനിക്കറിയത്തില്ല സാവിത്രി. ഈ സമയം കുറിപ്പേട്ട മനസ്സ് വിചാരിക്കുകയാണ്, ഒരു പക്ഷേങ്കിൽ എൻ്റെ മാൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാണെങ്കിൽ, അവനെ ആരെങ്കിലും ഇല്ലാതാക്കിയതാണെങ്കിൽ ആ കാര്യം അവൻ എന്നോട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ ഇങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. പക്ഷെ അവൻ ആരെന്താണെന്നും പറയാൻ സാധിക്കുന്നില്ല. അതിനുള്ള പരിഹാരം എനിക്ക് വേണ്ടത്. ഈ സമയം സാവിത്രി പറഞ്ഞതേ, സമയം എത്രയെന്നാ വിചാരിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് വാ, വന്ന് കിടക്കാൻ നോക്കാൻ പറയണം. എനിക്ക് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം. അപ്പോഴാണ് അപ്പുറത്തെ മുറിയിൽ നിന്ന് പാത്രങ്ങളൊക്കെ വീഴുന്ന പോലെ ഒച്ചയൊക്കെ കേട്ടത്. പെട്ടെന്ന് കുറിപ്പേട്ടൻ ചോദിച്ചു, അതെന്താ ഒച്ചപ്പാടും ബഹളമൊക്കെ? അറിയില്ല, കുറെ സമയം തുടങ്ങിയിട്ട്, ബായ് നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് ചെല്ലുവാണ്. അപ്പോൾ വൈഷ്ണവിയുടെ മുറിയിൽ നിന്നായിരുന്നു ഒച്ചപ്പാടും ബഹളമൊക്കെ കേട്ടെ. പെട്ടെന്ന് കഥ തുറന്ന് വൈഷ്ണവിയുടെ അമ്മ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. എന്താ മോളെ, എന്താ പ്രശ്നം എന്ന് ചോദിക്കുക. കുറെ സമയം ആയല്ലോ. അല്ല, അത് പിന്നെ അച്ഛാ, ഇതേ വൈഷ്ണവി മോളാന്ന് പറയണ. അവൾക്ക് എന്തു പറ്റി? ഞാന് അവിടെ അരികെ ചെന്നാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇപ്പൊ അവൾക്ക് ആരെയും കാണണ്ട പോലും. ഇതേ എന്നെ കാണാൻ പോലും അവൾ കൂട്ടാക്കുന്നില്ല. എനിക്ക് ദേഷ്യം വന്നു. അപ്പൊ അതിന്റെ പേരിൽ അവൾ അവിടെ ഇരുന്ന പാത്രമെല്ലാം വലിച്ചെറിഞ്ഞാന്ന് പറയാണ്. അതാണ് കാര്യം. എന്നാലും ഒരു കാര്യം ചെയ്യും, ഞങ്ങളൊന്ന് കാണട്ടെ മോളെ എന്ന് പറയാണ്. മോളെ ഇതുവരെയായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലോന്നും സാവിത്രി പറഞ്ഞു. ഈ സമയം വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, വേണ്ട വേണ്ട, ഇപ്പൊ കാണാൻ പോണ്ട. ഇപ്പൊ അവള് നല്ല ദേഷ്യത്തിലാ. നാളെ നേരം വിളിക്കുമ്പോഴത്തേനും അവളുടെ ദേഷ്യമൊക്കെ ഒന്ന് ശമിക്കും. പിന്നീട് പോയി കാണാന്ന് പറയാം. ഈ സമയം കുറുപ്പേട്ടൻ പറഞ്ഞു, ഞാൻ കാകെയുള്ള ഇപ്പൊ ഞങ്ങളുടെ ഒരു ചോരയെന്ന് പറഞ്ഞാൽ അത് മാത്രമേ അവള് മാത്രമല്ലേ ഉള്ളൂ. അവളെ കാണണം, ഞങ്ങൾക്ക് അവളെ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് പറയാം. ഇത് കേട്ടതിൽ വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, അതൊന്നും നടക്കും തോന്നില്ല. അവളുടെ സ്വഭാവം അറിയത്തില്ലാഞ്ഞിട്ടാ. അവള് ചില സമയത്ത് അവൾക്ക് ഭയങ്കര വികൃതിയായിരിക്കും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അവളെ എൻ്റെ കൂടെ നിർത്തി പഠിപ്പിക്കണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. പക്ഷെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൽ നല്ല ഉയർന്ന നിലയ സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ഒരാളല്ലായിരുന്നോ. അപ്പൊ വിഷ്ണുവിന്റെ സ്റ്റാറ്റസിനൊത്ത് ആളെ പഠിപ്പിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഊട്ടിയിലേക്ക് പഠിപ്പിക്കാൻ വിട്ടതെന്ന് പറയാം. പെട്ടെന്ന് കുറിപ്പേട്ടൻ പറഞ്ഞു, ഒരു പക്ഷെ അതായിരിക്കും അവൾക്ക് ഇഷ്ടപ്പെടാതെ പോയത്. അച്ഛനും അമ്മയും അടുത്തില്ലാതെ തന്നെ ജീവിതമേ അത് ആ കുരുന്ന് മനസ്സിന് ചിലപ്പോൾ സഹിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവളെ ഒന്ന് കാണട്ടെ എന്ന് പറയാം. പെട്ടെന്ന് വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞു, വേണ്ട, ഇപ്പൊ പോണ്ടച്ചാ, പോയാൽ ശരിയാവത്തില്ല. ചിലപ്പോൾ അച്ഛനോടൊക്കെ ദേഷ്യപ്പെടുമായിരിക്കും. ഇത്രയും കാലമായിട്ട് അച്ഛനൊന്നും തിരിഞ്ഞു നോക്കിയില്ലെന്ന് അവൾ പരിഭവം പറയുമായിരിക്കും. അതുകൊണ്ട് വേണ്ട, ഇപ്പൊ കാണാൻ പോണ്ട. കുറച്ച് സമയം കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പത്തേനും അവൾ ഓക്കെ ആയിക്കോളും. നേരം വെളുത്ത് കഴിയുമ്പോഴത്തേനും ഞാൻ അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായിക്കോളാം. പിന്നീട് നിങ്ങളെ കാണാൻ അവള് വരും, അറിയാലോ. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയി കിടന്നു. ഇപ്പൊ തന്നെ സമയം എന്തായെന്നാ വിചാരിക്കുന്നത്, പോയി കിടന്നോളാൻ പറയണം. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കുറിപ്പേട്ടനും സാവിത്രിയും കൂടെ മുറിയിലേക്ക് വരുവാണ്. ഈ സമയം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് വൈഷ്ണവിയുടെ അമ്മ. കാരണം അവരുടെ മനസ്സ് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ മിന്നിമായുന്നുണ്ട്. കാരണം അവരുടെ മുഖത്തൊരു ഗൂഢ ലക്ഷ്യം, ഒരു ഗൂഢതന്ത്രം ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഒരമ്മയും മോനും കൂടെ ക്ഷേത്രത്തിലേക്ക് വരുവാണ്. അപ്പൊ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്കാണ് ക്ഷേത്രത്തിൽ നിന്ന് ഒരാളെങ്ങോട്ട് ഇറങ്ങി പുറത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇനി ചോദിച്ചു, അല്ല അകത്ത് ബാലികാദേവി ഉണ്ടോന്ന് ചോദിക്കുക. എന്താ കാര്യം? ബാലികാദേവിയുടെ ഒന്ന് കാണാൻ വന്ന, ഇപ്പൊ പോയാൽ കാണാൻ പറ്റുമെന്ന് ചോദിക്കും. കുഴപ്പമില്ല, ഇപ്പൊ ചെന്നാൽ കാണാൻ പറ്റുമെന്ന് പറയണേ. ഈ സമയം ബാലികാദേവി പീഠത്തിലേക്ക് വരുവാണ്. ബാലികാദേവിയുടെ അരികില് ബാക്കി എല്ലാരും ഉണ്ടായിരുന്നു. കുറെ ആൾക്കാരും നിൽക്കുന്നുണ്ടായിരുന്നു. ഈ സമയം തിരുമേനിയും വന്ന് അടുത്ത് നിന്നു. പെട്ടെന്ന് തിരുമേനി പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ പറയാനുണ്ടെന്ന് പോയി ചേട്ടൻ പറഞ്ഞു, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എനിക്ക് ബാലികാദേവിനെ കൺകുളിറക്കി ഒന്ന് കണ്ടാൽ മാത്രം മതിയായിരുന്നു. അതായിരുന്നു എൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം സാധിച്ചെന്ന് പറയാണ്. ഇല്ല, എന്തെങ്കിലും വിഷമങ്ങളോ വേദനകളോ ഉള്ളവർക്ക് ബാലികാദേവിയോട് പറയാന്ന് പറയാണ്. അപ്പോഴാണ് ആ അമ്മയും മോനും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പം അമ്മ മോനോട് പറഞ്ഞു, ഇതുവരെ നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, അറിയാലോ. ഇനിയിപ്പം നമ്മുടെ കൂടെ ദൈവം കൂടെ ഉണ്ടായാലോ നമ്മുടെ പ്രവൃത്തി ശരിയാവത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ കൂട്ടുപിടിക്കാൻ നമ്മൾ വന്നേന്ന് പറയാം. ഇത് കേട്ടത് മകൻ പറഞ്ഞു, ശരിയാമ്മേ. ഇനിയിപ്പൊ നമുക്ക് ബാലികാദേവിയോട് പോയി കാര്യങ്ങളൊക്കെ പറയാം. അയാൾ പറഞ്ഞെന്താ, ബാലികാദേവിയുടെ സങ്കടങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കുമെന്നല്ല പറയണേ. അപ്പൊ ബാലികാദേവി നമ്മളെ അനുഗ്രഹിക്കുന്നല്ല പറയണേ. നമുക്ക് അങ്ങോട്ട് ചെല്ലാന്നും പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് വരുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മളൊന്ന് കാണുന്നത്. അവരുടെ വരവിന്റെ ഉദ്ദേശം എന്താണെന്നും അറിയത്തില്ല. ഇതിന്റെ വിശേഷങ്ങളെ ബാക്കി വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.